കൊല്ലത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകൽ അറഫയുടെ പകലാണ്. അന്ന് നോമ്പെടുക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. 2 വർഷത്തെ നോമ്പിൻ്റെ കൂലിയാണ് അറഫയുടെ നോമ്പിന്. വരാൻ പോകുന്ന വർഷത്തെ ദോഷങ്ങൾ കൂടി അറഫ നോമ്പ് കൊണ്ട് പൊറുപ്പിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൊല്ലത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്ന് അല്ലാഹു ഇത്ഖ് ചൊല്ലി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന രാവ്, പ്രിയപ്പെട്ട സഹോദര സഹോദരി, അത് ലൈലത്തുൽ ഖദ്റാണെങ്കിൽ പകൽ അത് അറഫയുടെ പകലാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ലൈലത്തുൽ ഖദ്റിൽ അനേകായിരം ആളുകളെ അള്ളാഹു നരകത്തിൽ നിന്ന് ഇത്തക്കാക്കി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. രാവുകളെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാവ് അത് ലൈലത്തുൽ ഖദ്റാണ് എങ്കിൽ പകലിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകൽ അത് അറഫയുടെ പകലാണ്. ഇതാ നമ്മിലേക്ക് സമാഗതമാകുന്നു. ഉപയോഗപ്പെടുത്തണം. ഉപയോഗപ്പെടുത്താൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നോമ്പുകാരായി ഇസ്തിഗ്ഫാർ ചോദിച്ച് അള്ളാഹിനോട് പാപമോചനം ചോദിക്കണം. കൊല്ലത്തിൽ പിശാച് ഏറ്റവും ശക്തിയായി പൊട്ടി കരയുന്ന ദിവസം അറഫ ദിവസമാണ്. ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുന്നത് കണ്ടിട്ടും അള്ളാഹിൻ്റെ റഹ്മത്ത് പേമാരി പോലെ പെയ്തിറങ്ങുന്നത് കണ്ടിട്ടും ശൈത്താന് സഹിക്കാൻ കഴിയൂല. ഞാൻ ഇതുവരെ എടുത്ത പണികളൊക്കെയും വെറുതെയായല്ലോ. ഈ സങ്കടത്തിലാണ് പിശാചിൻ്റെ കരച്ചിൽ. പ്രാർത്ഥനയിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന അറഫ ദിവസത്തിലെ പ്രാർത്ഥനയാണ്. ഏറ്റവും ഖൈറുള്ള പ്രാർത്ഥന അറഫ ദിവസമാണ്. ഇമാം ഗസാലി തങ്ങൾ ഇഹ്യയിൽ പറയുന്നുണ്ട്, ദുആ സ്വീകരിക്കണമെങ്കിൽ 10 അദബുകളുണ്ട്. ആ 10 അദബുകൾ പാലിച്ചിട്ട് വേണം ദുആ ചെയ്യാൻ. എന്നിട്ട് പറയുന്നുണ്ട് അൽ-അവ്വലു, അതിലൊന്നാമത്തത് എന്താണെന്നറിയോ? അയ്യതറസ്സദലി ദുആഇഹി അൽ ഔഖാത്ത് ശരീഫ, ദുആക്ക് ഏറ്റവും നല്ലൊരു സമയം തിരഞ്ഞെടുക്കലാണ്. എന്നിട്ട് പറയുന്നത് നോക്കണേ, കയൗമി അറഫ ഫിസ്സന, കൊല്ലത്തിൽ അറഫ ദിവസം പോലെ. കൊല്ലത്തിൽ അറഫ ദിവസം പോലെ. അപ്പോൾ കൊല്ലത്തിൽ ഒരാൾ പ്രത്യേകമായൊരു പ്രാർത്ഥന നടത്തണം എന്ന് വിചാരിച്ച് കാത്തിരിക്കുകയാണെങ്കിൽ അതാൽ നടത്തേണ്ടത് ആ അറഫ ദിവസത്തിലാണ്. ഇൻഷാ അല്ലാഹ് പടച്ചോൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു അന്നത്തെ ദിവസം എല്ലാ ദോഷങ്ങളും പൊറുപ്പിക്കുന്ന വിധം ഇസ്തിഗ്ഫാർ നടത്താൻ നമുക്ക് വിധി നൽകട്ടെ. ഈ ഒരു ദിവസങ്ങളിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട ദിക്റുകളിൽ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഞാൻ മുമ്പ് ഇവിടുത്തെ ക്ലാസ്സിലെല്ലാം നമ്മുടെ വിളയിൽ പറപ്പൂരിലെ ക്ലാസ്സിലത് പറഞ്ഞിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് ചോദിച്ചു, അല്ല പടച്ചോനെ, യാ റബ്ബി ദഅവ്തു ഫലം തജിബ് ദഅവതി, അല്ല റബ്ബേ, ഞാൻ നിന്നോട് കുറേ ദുആ ചെയ്തിട്ട് നീ എൻ്റെ ദുആക്കൊന്നും ഇജാബത്ത് തന്നില്ലല്ലോ. ഈയിടെയായി ഞാൻ നിന്നോട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾക്ക് വേണ്ടി ധാരാളം ദുആ ചെയ്തു, പക്ഷേ ഫലം തുജിബ് ദഅവതി, ദുആക്ക് ഇജാബത്തില്ലല്ലോ. അതുകൊണ്ട് അല്ലിംനി ശൈഅൻ ഇദാ ഫഅൽതുഹു അജബ്തു, പടച്ചോനെ അല്ലാഹുവേ, ഒരു സംഗതി, ഒരു വിഷയം നീ എനിക്ക് പറഞ്ഞോണ്ടാ, ആ സംഗതി ചെയ്തിട്ട് നിന്നോടായിട്ട് ദുആ ചെയ്താൽ നീ എനിക്ക് ഇജാബത്ത് നൽകും. അതിനൊരു കാര്യം പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്താ ചെല്ലേണ്ടത്? എങ്ങനെ നിന്നോട് ചോദിക്കേണ്ടത്? ഇജാബത്ത് എനിക്ക് കിട്ടണം, അതിന് പറ്റിയൊരു സംഗതി പറഞ്ഞു തരൂ, മാർഗം പറഞ്ഞു തരൂ എന്ന് മൂസാ നബി അള്ളാഹുവിനോട് പറഞ്ഞപ്പോൾ ഫഔഹല്ലാഹു ഇലാ മൂസാ നബി ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലിലെ നബിയായ മൂസാ നബിക്ക് അള്ളാഹു വഹി അറിയിച്ച എന്താണെന്നറിയോ? സൈദാ ദഖല അയ്യാമുൽ അശ്രി മിൻ ദിൽഹിജ്ജ, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 കടന്നു വന്നാൽ ഫഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ഒരു കാര്യം ചെയ്തോ, മനസ്സറിഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലു. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 കടന്നു വന്നാൽ നീ മനസ്സറിഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലു. എന്നിട്ട് എന്താണ് നിന്റെ ആവശ്യമെന്നാൽ ആ ആവശ്യം എന്നോട് ചോദിച്ചോളൂ. അഖ്ലി ഹാജതക, നിന്റെ ആവശ്യം ഞാൻ നിറവേറ്റിത്തരുന്നതാണ്. ഓക്കെ, നീ എന്താണോ നിന്റെ ആവശ്യം എന്നോട് ചോദിച്ചോളൂ. അഖ്ലി ഹാജതക, നിന്റെ ആവശ്യം ഞാൻ നിറവേറ്റിത്തരാമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൂസാ നബിക്ക് വഹി അറിയിച്ചു എന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടനെ മൂസാ നബി ചോദിക്കുന്നുണ്ട്, റബ്ബേ കുല്ലു ഇബാദിക യഖൂലുഹാ. ഓ, ലാ ഇലാഹ ഇല്ലല്ലാഹയാണോ? അതിപ്പോൾ എല്ലാവരും ചൊല്ലുന്നതല്ലേ പടച്ചോനെ, അത് പിന്നെ മാത്രം പറയാനുണ്ടോ? അപ്പോൾ അള്ളാഹു പറഞ്ഞു, മൂസേ, ഈ ദുൽഹിജ്ജ 10 ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് എന്താ നിങ്ങൾ വിചാരിച്ചത്? 7 ആകാശവും 7 ഭൂമിയും ത്രാസിൻ്റെ ഒരു തട്ടിലും ലാ ഇലാഹ ഇല്ലല്ലാ ത്രാസിൻ്റെ മറ്റേ തട്ടിലും വെച്ചാൽ ലറജഹത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാ, 7 ആകാശത്തെക്കാളും 7 ഭൂമിയെക്കാളും ഭാരത്തോടുകൂടെ ഈ ലാ ഇലാഹ ഇല്ലല്ലയുടെ ത്രാസ് താഴുമെന്ന് മഹാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൂസാ നബിക്ക് വഹി അറിയിച്ചു എന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ്, മനസ്സറിഞ്ഞ് മറ്റുള്ള ചിന്തകളൊക്കെ ഒന്ന് മാറ്റിവെച്ച് നമ്മളിൽ ഓരോരുത്തരെയും അലട്ടുന്ന ചില പ്രശ്നങ്ങളുണ്ടല്ലോ. ഈ കൂട്ടത്തിൽ എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഒന്നാണോ? ആവില്ല. പലരുടെയും പ്രശ്നങ്ങൾ പലതായിരിക്കും. ചിലപ്പോൾ സാമ്പത്തികമായിട്ടൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, പക്ഷെ വീട്ടിൽ എപ്പോഴും അനൈക്യങ്ങളും പ്രശ്നങ്ങളും. അവരെ സംബന്ധിച്ചിടത്തോളം സമ്പത്തല്ല ആവശ്യം, ഈ ഐക്യവും സമാധാനവും ആവശ്യം. ചിലർക്ക് സാമ്പത്തികമായിട്ട് ഇഷ്ടം പോലെ ഉണ്ടാവും, പക്ഷേ രോഗങ്ങൾ തളർത്തുകയാണ്. എന്നും ഗുളികയും മരുന്നും വേദനകളും വിഷമങ്ങളുമായിട്ട് കഴിയേണ്ടി വരാൻ അവരുടെ പ്രശ്നം ആ രോഗങ്ങളാണ്. ചിലർക്ക് അതൊന്നും വിഷയം ഉണ്ടാവില്ല, പക്ഷെ ഭർത്താവിൻ്റെ ദുസ്വഭാവം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ദേഷ്യപ്പെടുകയാണ്. പണത്തിനൊന്നും ബുദ്ധിമുട്ടില്ല, മറ്റ് പ്രയാസങ്ങളൊന്നുമില്ല, ഭർത്താവിൻ്റെ ദുസ്വഭാവം കൊണ്ട് ബുദ്ധിമുട്ടുന്നു. ചിലർ ഭാര്യയുടെ ദുസ്വഭാവം കൊണ്ട് ബുദ്ധിമുട്ടുന്നു, ചിലർ മക്കളുടെ ദുസ്വഭാവം കൊണ്ട് പ്രയാസപ്പെടുന്നു. ഇങ്ങനെയൊക്കെയുള്ള പലരെയും അലട്ടുന്ന പ്രശ്നങ്ങൾ പലതാണ്. എന്താണോ നമ്മൾ അലട്ടുന്നത് അതിനൊരു പരിഹാരം ഉണ്ടായേ പറ്റൂ. ആ ഒരു നീയത്തോടുകൂടെ ഒരൽപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ഒരു 10 ഈ ഒരു ദിവസത്തിൽ നമ്മൾ ചൊല്ലാൻ പോവാണ്. മനസ്സറിഞ്ഞ് ചൊല്ലണം. അള്ളാഹു അതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മളിൽ ഓരോരുത്തരുടെയും വിഷമങ്ങൾ തീർത്തു തരട്ടെ, പ്രയാസങ്ങൾ പരിഹരിക്കട്ടെ, രോഗങ്ങൾക്ക് ശിഫാ നൽകട്ടെ, മനസ്സിന് അള്ളാഹു സമാധാനം നൽകട്ടെ, ഗർഭിണികളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അള്ളാഹു സുഖപ്രസവം നൽകട്ടെ, മക്കളില്ലാത്തവർക്ക് അള്ളാഹു സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കട്ടെ. ഈ ഒരു ദീനിനോട് താല്പര്യമില്ലാതെ, അള്ളാഹിനോട് താല്പര്യമില്ലാതെ, ഖുർആാനോടും ഖുർആൻ്റെ സന്ദേശങ്ങളോടും ഖുർആൻ്റെ ചിഹ്നങ്ങളോടൊക്കെ ഒരു പുച്ഛം തോന്നുന്ന മനോഗതിയെ തൊട്ട് നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മളുടെ നാട്ടുകാരെയും സമുദായത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എല്ലാം നിയ്യത്ത് ചെയ്ത് ചൊല്ലണേ. ജദ്ദിദൂ ഈമാനക്കും വനവ്വിറൂ ഖുലൂബക്കും വസയ്യിനൂ അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്
لا إله إلا الله 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 إلا الله ജല്ല ജലാലായ റബ്ബേ, ഞങ്ങളുടെ ഒന്നാമത്തെ ആവശ്യം, ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം, അല്ലാഹുവേ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഞങ്ങൾ തേടുകയാണ്. ആ ആവശ്യം മരണസമയത്ത് വാക്ക് തന്നെ ചൊല്ലി സ്വർഗം കണ്ട് സന്തോഷത്തോടെ അന്ത്യശ്വാസം വലിക്കാനുള്ള തൗഫീക്ക് കിട്ടല. ആ ഭാഗ്യം ഞങ്ങൾക്കൊക്കെയും നീ നൽകണമേ അല്ലാ. അതിനുള്ള തൗഫീക്ക് നൽകണമേ അല്ലാ. ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും നീ ബറക്കത്ത് ചൊരിയണമേ അല്ലാ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്തോഷവും സവാബും അല്ലാഹുവേ മരണപ്പെട്ട ഉമ്മയുടെ കാര്യം പറഞ്ഞ്, ഉപ്പയുടെ കാര്യം പറഞ്ഞ്, ഭർത്താവിൻ്റെ കാര്യം പറഞ്ഞ്, ഭർത്താവിൻ്റെ മാതാപിതാക്കൾ മരിച്ചു ഖബറിലാണെന്ന് പറഞ്ഞ് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചുവല്ലോ. ഞങ്ങളിൽ പലരുടെയും ഉമ്മാര് ഉപ്പാരിന്ന് ഖബറിലാണല്ലോ അല്ലാ. അവരുടെ ഖബറിലേക്ക് നിന്റെ സന്തോഷം ഇപ്പോൾ തന്നെ എത്തിക്കണേ റബ്ബേ. ഖബറവർക്ക് സ്വർഗ സമാനമാക്കണേ അല്ലാ.